ഞാൻ ഓട്ടോ ഡ്രൈവറെ ചാലക്കുടിയില്. ഇവിടെ എന്താ പരിപാടി? നമ്മൾ അർജുൻചാന്റെ ഡ്യൂട്ടിക്ക് വേണ്ടിട്ട്. ഓ, ഇവിടെ നിൽക്കുകയാണോ? അത് ശരി. കർണാടക സർക്കാർ തെളിവ് നശിപ്പിക്കാൻ നോക്കിയേ. അപ്പൊ അതിന് വേണ്ടി ഇവിടെ നിക്കണത്. ആഹാ, നോക്കിയാ ശിരുവ് കൊണ്ട് വീണ്ടും മഴ. ജസ്റ്റ് നമ്മൾ അവിടുന്ന് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് കൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ എപ്പോഴും മഴ തന്നെ കേട്ടോ. നല്ല പെരുമഴയാണ് പെയ്യുന്നത്. നമ്മള് മാഹിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ ആക്സിഡന്റ് ആയി ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സ്വിഫ്റ്റും വാഗനറും രണ്ടും മാരുതി തന്നെയാണ്. തീ പിടിച്ചോ? എന്തോ സംഭവം അറിയാൻ വയ്യ. നമ്മളെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഒരു ആക്സിഡന്റ് ആണ് കേട്ടോ. സ്വിഫ്റ്റിന്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടോ മൊത്തം. സ്വിഫ്റ്റ് ഒക്കെ പെട്ടെന്ന് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ പൊടിപൊടിയായി ഇപ്പോൾ. ഫ്രണ്ടൊക്കെ ബോഡി ഫ്രണ്ട് ക്വാളിറ്റി വളരെ കുറവ്. പക്ഷെ അകത്തിരിക്കുന്നതൊക്കെ ഒന്നും പറ്റിയില്ല കേട്ടോ, കണ്ടറിയാം. സ്വിഫ്റ്റും കണ്ടോ, സ്വിഫ്റ്റിന്റെ ഫ്രണ്ട് നോക്കോ. വാഗനാർ എന്തായാലും ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബ്ലാക്ക് ലൈലൻഡ് വണ്ടി വരുന്നു. പോട്ടെ. നമ്മളപ്പോ ഇതുകൊണ്ട് മാഹിയിലെത്തി കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മാഹി ബൈപ്പാസിൽ യാത്ര ചെയ്യാൻ പോവാണ്. നമ്മൾ ഇപ്രാവശ്യം മാഹിയിൽ പോയി ഡീസൽ അടിക്കുന്നില്ല. നേരെ മാഹി ബൈപ്പാസ് കയറി തലശ്ശേരി ബൈപ്പാസ്, തലശ്ശേരി മാഹി ബൈപ്പാസ് ഇല്ലേ, ബൈപ്പാസിലോട്ട് കയറുവാണ്. മംഗലാപുരം 176 കിലോമീറ്റർ, കണ്ണൂർ 34 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് നമ്മൾ കേരളത്തിലെ നിലവിലെ NH66 ബെസ്റ്റ് റോഡ് എന്ന് പറയുന്നത് ഓപ്പണായ റോഡ്. ഓപ്പണായ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കാറിന് 80ഉം ലോറിക്ക് 60ഉമാണ് വേഗപരിധി. പക്ഷെ 80 പോരാ, നമ്മളൊരു ഹൈവേയിൽ ഒരു 100ഒക്കെ വരണം, എന്നാലേ അതിനൊരു പവറുള്ളൂ. 80ആണ് വേഗപരിധി കേട്ടോ. ഇതാണ് നമ്മുടെ കേരളത്തിലെ ബെസ്റ്റ് റോഡെന്ന് നിലവിൽ പറയാവുന്ന റോഡ്. അപ്പം ഇത് മാത്രമല്ലേ നമുക്ക് ഇപ്പോൾ ഓപ്പണായി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിലെ കൂടെ പോകണം. ഇതിൽ നമുക്ക് ടോൾ വരും കേട്ടോ. അപ്പം ഇതിൻ്റെ ടോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നോർമലി ഈ ഒരു റോഡിലേക്ക് കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാഹിയിലോട്ട് കയറാം. കേന്ദ്രഭരണ പ്രദേശമായ മാഹി. നമ്മൾ ഡീസൽ അടിക്കുന്ന മെയിനായിട്ട് മാഹിയിലാണ്. കാരണം നമുക്ക് അവിടെ റേറ്റ് കുറവാണ്. ഇപ്രാവശ്യം നമ്മൾ എന്തുകൊണ്ട് ഡീസൽ അടിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാരണം എന്ന് പറയുന്നത്? കാരണമൊന്നുമില്ല, ഇപ്രാവശ്യം നമ്മുടെ വണ്ടിയിൽ ഡീസൽ ഉണ്ട്. ഡീസലുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈ വഴിക്കൊന്ന് കയറി പോകണം. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇപ്രാവശ്യം ഡീസൽ നമുക്ക് മംഗലാപുരത്ത് നിന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ വണ്ടിയിൽ ഡീസൽ അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കർണാടകയിൽ നിന്ന് അടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബൈപ്പാസിലെ കൂടെ യാത്രയും ചെയ്യാമല്ലോ. മറ്റേ നമ്മൾ ഡീസൽ അടിക്കാൻ പോയാൽ നമ്മൾ ഈ ബൈപ്പാസിൽ കയറത്തേ ഇല്ല. അതാണൊരു കുഴപ്പം. അപ്പോൾ എന്തായാലും നോക്കി എങ്ങനെയുണ്ട് റോഡ്? അടിപൊളി റോഡാണല്ലോ. എത്രയിലാണ് പോകുന്നത്? 60-ലാണോ? നല്ല റോഡ് ഇല്ല, നമ്മൾ ചെറിയ സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ 45 ഒരു 50-ൽ പോകും. ഞാൻ പിന്നെ അവരിപ്പോ ജോൺസൺ മാഷ് പയ്യെ പോകുന്ന ഒരാളാണ്, സ്പീഡിലൊന്നും പോകത്തില്ല. ഓക്കെ, നിങ്ങളെ കമന്റ്സ് ഒക്കെ കേട്ടതിന് പിന്നെ ജോൺസൺ മാഷ് എന്തും മാന്യനായി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അല്ലേ, നിയമമൊക്കെ പാലിച്ച് നല്ല രീതിയിൽ ഓടിക്കാൻ തുടങ്ങി. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ ഓടിക്കുക. എല്ലാവരും നമ്മളോട് അങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ കേൾക്കണ്ടേ? അതെ അതെ, അതാണ്. നിങ്ങളെ കമന്റ്സ് ഒക്കെ ജോൺസൺ മാഷ് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു നോക്ക് അല്ലേ. പിന്നെ അല്ലാതെ അപ്പൊ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് മാന്യമായിട്ടാണ് ഓടിക്കുന്നത്. താഴെ റെയിൽവേ സ്റ്റേഷൻ കാണാം. ഓക്കെ, താഴെ മായി റെയിൽവേ സ്റ്റേഷൻ കാണാം. അതുകൊണ്ട് ഇവിടെ ഫാസ്റ്റ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് റോഡ്? അടിപൊളി റോഡല്ലേ? നമ്മുടെ കേരളത്തിലെ ബെസ്റ്റ് റോഡിൽ കൂടി നമ്മൾ പോവുകയാണ് കേട്ടോ. ഇവിടെ 6 വരി പാത. ഇത് വന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട് മൊത്തത്തിൽ ഈ റോഡാകുമ്പോൾ എന്ത് സൂപ്പർ ആയിരിക്കും അല്ലേ. നമുക്ക് എത്ര പെട്ടെന്ന് കിലോമീറ്ററുകളൊക്കെ കവർ ചെയ്യാം. ഇപ്പൊ നമ്മൾ 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ഇപ്പൊ 60-ലാണ് പോകുന്നത് അല്ലേ. നമ്മുടെ ടോപ്പ് 60ആണ്. ഇവിടെ പാലം വരുന്നുണ്ടെന്ന് തോന്നല്ലോ. ഇതിന്റെ ഏരിയൽ ഷോട്ട്സ് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ ഈ റോഡിന്റെ. അങ്ങനെ നമ്മളും വികസിക്കുന്നുണ്ട്. ഇതുപോലെ ആയിരുന്നുണ്ടല്ലോ, നമ്മള് രാത്രി ഒരു 12 മണിക്ക് പുറപ്പെട്ടാലേ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാസർഗോഡ് എത്താൻ പറ്റും ലോറിയിലെ. ഇതുപോലത്തെ റോഡായാലേ. ഇടത് പിടിച്ചോ? അടിപൊളിയാണ്. താഴെ പാലമൊക്കെ കാണാം. നല്ല സൂപ്പർ വഴി കേട്ടോ. പകല് വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത്, രാത്രിയിൽ നിന്ന് വന്നാൽ അറിയാൻ പറ്റത്തില്ല.
അത്യാവശ്യം നല്ല നീളമുള്ള പാലമാണ് കേട്ടോ ഇത്. കിലോമീറ്റർ ദൂരമുണ്ട്. എങ്ങനെ പോയാലും ഒരു 1.5-2 കിലോമീറ്ററോളം ദൂരം കാണുന്നു തോന്നുന്നു. അതിൽ കൂടിയാലേ ഉള്ളൂ. അപ്പുറത്തെ സൈഡെല്ലാം നമുക്ക് നല്ല തെങ്ങുകളൊക്കെ കാണാം. ഓ, ഇതിപ്പോ സത്യം പറയല്ലേ നമ്മുടെ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തൊരു ഫീലാട്ടോ ഇത്. നമ്മളെ നോർത്തിലൊക്കെ പോയപ്പോൾ ഉള്ളൊരു ഫീലുണ്ട് ഇതിനെ കൂടെ പോകുമ്പോ. പക്ഷെ ഇതിനകത്ത് സിഗ്നൽ ഉണ്ടല്ലേ? സിഗ്നലൊന്നും കാണത്തില്ലെന്നാ വിചാരിച്ചത്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്. ഇടത്തോട്ട് മാഹിയും അങ്ങോട്ട് ചൊക്ലി, വലത്തോട്ട് ചൊക്ലിയും. ചൊക്ലി എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലേ? ഇതാണ് ഈ റോഡിന്റെ പ്രശ്നം. സിഗ്നൽ വന്നു കഴിഞ്ഞാലേ അതിന്റെ ആ ഒരു വഞ്ചു പോയി. അതെ ഇതുവരെ ഈ റോഡിന്റെ പണിയെടുത്തെടുത്ത് ഇത് മാത്രമേ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൂ. തന്നെ ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ട് സിഗ്നൽ ഉണ്ടല്ലേ? ടോൾ റോഡിൽ സിഗ്നൽ വരും. നമ്മള് പാലക്കാട് ടു എറണാകുളം പോകുമ്പോഴേ ടോൾ റോഡിൽ എത്രമാത്രം സിഗ്നൽ അറിയോ? അതെ അതെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതെ, പൂനെയിലേക്കുള്ള യാത്രയുടെ 2ാമത്തെ വീഡിയോ ആണ്. നമ്മളിപ്പോ മാഹി നിന്നാണ് തുടങ്ങിയല്ലേ? മാഹി ബൈപ്പാസിലൂടെ കയറി ആദ്യത്തെ യാത്രയാണ് നമ്മുടെ മാഹി ബൈപ്പാസിൽ. അപ്പൊ പൂനെക്കുള്ള യാത്ര നമുക്ക് ഇവിടെ തുടങ്ങാം. ഇന്നിപ്പോ സമയം എന്ന് പറയുന്നത് 3 മണിയായി. 3 മണിയായില്ലേ? 3 മണിയായി. അപ്പൊ 3:30 അല്ലേ? 3:30 അപ്പൊ നമ്മൾ ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. നമ്മളിപ്പോ മാഹി ആയതേ ഉള്ളൂ. ഇന്ന് നമ്മൾ കുറേയൊക്കെ കേരളത്തിലോടും. ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. നാളെ മുതലേ നമ്മൾ ആതിരയുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും നടക്കത്തില്ല. നമ്മൾ കേരളത്തിലാണല്ലോ, അപ്പോൾ പിന്നെ കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹോട്ടലിൽ നിന്ന് കഴിക്കുകയാണ്. നമ്മളിപ്പോൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോയി കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മാഹി ബൈപ്പാസിന്റെ കുറച്ചുകൂടെ കാഴ്ചകൾ കാണിക്കാം. മുകളിലേക്കൂടെ കൊണ്ട് സർവീസ് റോഡ് പോകുന്നത്. അതിലേക്ക് സർവീസ് റോഡ് ആണെന്ന് എന്താ തോന്നുന്നു? പേടിയോ അല്ലേ? ഇത് ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടതാണ്. പെരുമഴയത്ത് മറ്റേ വൈപ്പറൊന്നും ഇല്ലാതെ കുറെ കഷ്ടപ്പെട്ടതാണ്. സർവീസ് റോഡ് നമുക്ക് ഇന്നും ഒരു പേടിയാണ്. ഇവിടുത്തെ സർവീസ് റോഡല്ല ഇങ്ങനെയാണ്, കയറ്റം ഇറക്കൊക്കെയാണ്. ഇനി നമ്മൾ കണ്ടേ നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. ഇനി നമുക്കൊരു ചെറിയൊരു പാലം വരുന്നുണ്ട്. നീല പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയാക്കിയിട്ടുള്ളൊരു പാലമാണ്. ഈ പാലത്തിന് കണ്ടിട്ട് വലിയ ഹൈറ്റ് അത്ര തോന്നുന്നില്ല. അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലേ? ഹൈറ്റ് ഉള്ളതാ. ദൂരെ കാണുമ്പോൾ വലിയ ഹൈറ്റ് തോന്നിയില്ല. ഏതാണ് നമ്മളെ എന്താ പറയുക, നമ്മളെ നൈസ് റോഡൊക്കെ ഇല്ല, ബാംഗ്ലൂർ നൈസ് റോഡിൽ ഇതുപോലത്തെ കുറേ റോഡുകൾ കാണാൻ പറ്റും. അതുപോലത്തെ ഒന്നാണ് നമ്മുടെ കേരളത്തിൽ കേട്ടോ. പള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലം പോകുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് ആണ്. ഇപ്പോൾ പുതിയ റോഡായതുകൊണ്ടും ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരും ഒന്നും ഫാസ്റ്റാഗ് ഒന്നും ചിലപ്പോൾ എടുത്തിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് മുക്കിന് ഫാസ്റ്റാഗിൻ്റെ സെയിൽ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. പെട്രോൾ പമ്പെല്ലാം മാഹി താഴെയാണ്, മേളിലൊന്നുമില്ല. ഇത് എനിക്ക് തോന്നുന്നു ഈ റോഡ് അത്യാവശ്യം ഒരുപാട് ബ്രിഡ്ജിന്റെ മേളിൽ കൂടെ പോകുന്ന പോലെ കേട്ടോ. കുറച്ച് ഹൈറ്റിലാണ് റോഡ് പോകുന്നത് അല്ലേ? ഹൈറ്റിലാണ് റോഡ്. അപ്പൊ നമ്മൾ തോണ്ടേ ഒരു ചെറിയ ടോൾ ഗേറ്റ് അല്ലേ? ഇത് ഇവിടെ തൽക്കാലത്തേക്ക് ആക്കിയിട്ടുള്ളത് ആണല്ലേ? അതാ ഞാൻ വിചാരിച്ചത് തൽക്കാലത്തേക്കാണെങ്കിലേ ശരിയാവത്തുള്ളൂ. എന്താ സംഭവം ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോ ഈ 3 വരിയല്ലേ സാധാരണ ടോൾ ഗേറ്റിന്റെ അടുത്ത് നല്ല വീതി ഉണ്ടാവുമല്ലോ. ഇതിപ്പോ പിന്നെ 2 വഴിയേ ഉള്ളൂ ഇവിടെ എത്തിക്കഴിയുമ്പോ. നമുക്കിപ്പോ എമർജൻസി ആംബുലൻസ് കാര്യങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് താൽക്കാലികത്തേക്ക് 3 വരിയും പോലെ. ടോൾ മിനിമം ഒരു സൈഡിൽ 4 വരിയെങ്കിലും മിനിമം വേണം. 4-8 വേണം. കാരണം വണ്ടികൾ കൂടുമല്ലോ ടോൾ വരുമ്പോഴേ. ഇതിപ്പോ നിങ്ങൾ നോക്ക്, ഇത് 2 ഉള്ളൂ. 3 എന്നുള്ളത് ഇവിടെ എത്തുമ്പോഴത്തേനും 2 ശരിയാണല്ലോ. അതേ റോഡിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് റേറ്റ് ഞാൻ പറയാം. കാറ്, ജീപ്പ് അതൊക്കെ 75 രൂപ. LCV കാറ്റഗറിയിലുള്ള വണ്ടിക്ക് 120 രൂപ. 3 ആക്സിൽ ട്രക്ക് ബസ്സിനൊക്കെ 250 രൂപ. അല്ല, ബസ്സിന് ട്രക്കിന് 250, 3 ആക്സിലിന് 270, 4 to 6 ആക്സിൽ 390. അപ്പം നമുക്ക് 390 രൂപ. നമ്മൾ 4 to 6 ആക്സിൽ ഗണത്തിൽപ്പെടുന്ന. അപ്പം നമ്മൾ ടോൾ ഓപ്പൺ ആയിട്ടോ. ഇതെന്താ ഇവിടെ വണ്ടി കംപ്ലൈന്റ് ആയോ? സ്ഥലമില്ലാത്തടത്ത് കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്നേ. ഓക്കെ പോട്ടെ. സൈഡ് നോക്കിയോ. ഓക്കെ, സ്ട്രൈറ്റ്. വലിയൊരു പാലമാണ്, നല്ല ഭംഗിയുള്ള പാലമാണ്. നോക്കിയാൽ ഇപ്പുറത്തെ കണ്ടൽക്കാടുകളൊക്കെ കാണാം.
ഒരു രക്ഷയില്ലാത്ത ബൈപ്പാസ് കേട്ടോ. നമ്മൾ കൊല്ലം ബൈപ്പാസും അടിപൊളി ബൈപ്പാസാണ്, ഇതും കൊള്ളാം. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു ഫോട്ടോ സ്പോട്ടായി. പണ്ട് നമ്മൾ കൊല്ലം ബൈപ്പാസ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുപ്പൊക്കെ ആയിരുന്നു അവിടെ പോയി. ഞാൻ ആദ്യം ഉദ്ഘാടനത്തിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലം ബൈപ്പാസിൻ്റെ. നമ്മളങ്ങനെ കണ്ണൂർ എത്തി കേട്ടോ. വീണ്ടും നമ്മൾ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ റൗണ്ട് അബൌട്ട് എത്തി അല്ലേ. ഇവിടുന്ന് നമുക്ക് മംഗലാപുരം വലത്തോട്ട് പോകണം. ഇവിടെ തന്നെ ഇച്ചിരി ട്രാഫിക്കൊക്കെ ആയിരിക്കും, കാരണം വൈകുന്നേരം ആയല്ലോ, ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും എന്താ പറയുക വൈകിട്ടൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങുന്ന സമയമാണിത്. നമ്മളെ കൊല്ലം ചിന്നക്കട റൗണ്ടില്ലേ, അതേപോലെ നമ്മളെ കണ്ണൂരുകാർക്കുള്ള റൗണ്ടാണിത്. എല്ലാ സ്ഥലങ്ങളിലും ഒരു റൗണ്ട് അബൌട്ട് കാണും. പ്രധാനപ്പെട്ട ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂരിൻ്റെ ആംബുലൻസ് വരുന്നുണ്ട്, ഒതുക്കി കൊടുക്കണേ. ആംബുലൻസ് വരുന്നുണ്ട്, കയറ്റിവിടെ ആംബുലൻസ്. അതുകൊണ്ട് ആംബുലൻസ് പോകുന്നത്. ഇനി നമുക്കൊരു ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ കാണും കേട്ടോ നമുക്ക് കാസർഗോഡൊക്കെ. നമ്മൾ രാത്രി ആവും. നോക്കിയത് ആലോചിച്ച് നോക്കണം. നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങിയാണ്. എവിടുന്നാ ഏകദേശം നമ്മൾ എവിടെ എത്തിയായിരുന്നു രാവിലെ? നമ്മൾ 10 മണി അല്ലേ? 10 മണിയൊക്കെ കാണണം. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പൊന്നാനി പൊന്നാനിക്ക് അടുത്താണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. എന്നിട്ട് നോക്കിയേ, നമ്മൾ വൈകിട്ടായപ്പോൾ നമ്മൾ കണ്ണൂരേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ രാത്രി ഓടുവാണെങ്കിൽ നമ്മൾ ഇതിലും ഒരുപാട് കൂടുതൽ കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. പകലാകുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ കേരളം എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ടൗണാണ്. കേരളം മൊത്തം ഒരു ടൗണാണ്, മറ്റുള്ള സംസ്ഥാനം പോലെ അല്ല. അവിടെ എന്ന് വെച്ചാൽ ഒരു ടൗൺ കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത ടൗൺ. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ മുക്കിന് ഓരോ മുക്കുകളും ഓരോ ടൗണുകളുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ലേറ്റ് ആവുന്നത്. ഇനിയിപ്പോൾ ബൈപ്പാസ് വന്നു കഴിയുമ്പോൾ എല്ലാം മാറും. കുറേയൊക്കെ ഒരുവിധം നമ്മളെ ഈ ടൈം എല്ലാം നമുക്ക് ലാഭിക്കാം. അപ്പം നമ്മൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ 3 പേരും കൂടെ. നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ല കഴിയാറായി അല്ലേ. നമ്മളിപ്പം ഉപ്പള കഴിഞ്ഞു കേട്ടോ. നമ്മൾ ലാസ്റ്റ് കണ്ണൂരിൽ നിന്നാണ് കാണിച്ചത്. പിന്നെ നമ്മൾ ഓടി ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ നിർത്തി ഇങ്ങനെ ഓടിച്ചു വരുവാണ്. ഇപ്പം ഇന്ന് രാത്രി നമ്മൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10 മണി കഴിഞ്ഞു, 10-11 മണി ആവാറായിട്ടോ. ഇന്ന് നമ്മൾ നേരെ കർണാടകയിലോട്ട് കയറും. പിന്നെ കർണാടകയിൽ രാത്രിയൊക്കെ ഓടിയിട്ട് ബാക്കിയൊക്കെ നാളെ രാവിലെ ആയിരിക്കും നമ്മളെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെന്താ പറയുക, അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ തലപ്പാടി ബോർഡർ ആവാറായി. ലൈറ്റ് ഓഫ് ചെയ്തേരെ. തലപ്പാടി ബോർഡർ ആവാറായി കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ കാണത്തുള്ളൂ തലപ്പാടി ബോർഡർ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് നിർത്തി ചെറുവത്തൂർ നിർത്തി ഒരു കുളിയൊക്കെ കുളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് ഇറങ്ങിയത്. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയൊന്നുമില്ല. ഇനി ഏതാ ബോർഡർ ഒന്ന് ക്രോസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ബോർഡർ ക്രോസ് ചെയ്ത് പിന്നെ മംഗലാപുരം റൂട്ടിലെ പിന്നെ ഇനിയിപ്പോൾ 4 വരി പാതയാണ്. ഇവിടുന്ന് വരുന്ന വഴിയെല്ലാം റോഡൊക്കെ മോശം തന്നെയാണ്. ഇവിടെ എത്തിയപ്പോൾ കാസർഗോഡ് ജില്ലയിലായപ്പോഴത്തേക്ക് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫുള്ള് കൂരാകൂർ ഇരുട്ടാണ് കേട്ടോ. നമ്മളെ വണ്ടിയിലുള്ള വെട്ടം അല്ലാതെ ഏരിയയിലൊന്നും ഒരു വെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും നമുക്ക് ബോർഡർ എത്താറായി. അപ്പം നമ്മൾ ഓടി ബോർഡറിലെത്തി കേട്ടോ. ഇവിടുത്തെ എല്ലാ കടകളൊക്കെ അടച്ച്. സമയം 11 മണി കഴിഞ്ഞില്ലേ? 11 മണി കഴിഞ്ഞു. ഈ കാണുന്നൊക്കെ ലോട്ടറി കടകളാ. ഫുള്ള് ആ സൈഡും ഈ സൈഡും ഫുള്ള് ലോട്ടറി കടയാണ്. അവിടെയാണ് കൂടുതൽ. ഈ കർണാടകക്കാർ അത്രയൊന്നും എടുക്കത്തില്ലായിരിക്കും. തമിഴ്നാട്ടിൽ പാലക്കാട് നിങ്ങളൊന്ന് വന്ന് നോക്കണം, ഞെട്ടും. ആദ്യാദ്യ ലോട്ടറി കടകളാ. എന്തുമാത്രം ലോട്ടറി കടകൾ. അതെ. ഏത് ബോർഡറിൽ പോയാലും, ആനക്കട്ടി അവിടെ ആയാലും എല്ലായിടത്തും. ഇവിടെ ആൾക്കാർ ഡീസൽ അടിക്കുന്നത് കുറവായിരിക്കും അല്ലേ ഈ പമ്പിൽ? ഇത് കേരളത്തിലെ പമ്പല്ലേ? അല്ല, കേരളത്തിലല്ല അല്ലേ? അത് കർണാടക, അപ്പുറത്ത് കർണാടകയായിരുന്നു. കർണാടക പമ്പ്. അപ്പൊ കുഴപ്പമില്ല. അത് നമ്മളങ്ങ് വണ്ടി ഇപ്പൊ അവിടെ മുകളിൽ നിർത്തിയില്ല ഒരു മിനിറ്റ്. അത് അവിടെ കൊണ്ട് തീർന്നു കേരളം തീർന്നല്ലേ. അപ്പൊ നമ്മൾ ടോൾ കൊടുത്ത് പോവാണ് കേട്ടോ. 300 രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. എത്രയായിരുന്നു ഈ 300? 255 രൂപ 326 ആക്സിൽ. അതുകൂടെ കൊടുത്തിട്ട് ഞാൻ വണ്ടി ഓടിച്ച് പോവാട്ടോ. എന്നിട്ട് നാളെ രാവിലെ പകല് കാണിച്ചു തരാം നമ്മളെ ബാക്കി വിശേഷങ്ങളൊക്കെ.
അപ്പം നമ്മൾ 4 ആക്സിൽ MAV മൾട്ടി ആക്സിൽ വെഹിക്കിൾ പാസ്സായിട്ടുണ്ട്. നമ്മൾ ഒഫീഷ്യലി കർണാടകയിലോട്ട് കയറി. അപ്പോൾ ഇനി രാത്രി യാത്രയാണ്. വേറൊന്നും ഞാൻ ഇനി കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല അല്ലേ. നാളെ ജോൺസൺ മാഷിന്റെ കുറച്ച് എന്താണ് കുറെ കഥകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം അല്ലേ. നാളെ ജോൺസൺ മാഷ് പുതിയ കഥകളൊക്കെ പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നാളെ രാവിലെ കാണാം കേട്ടോ. അതൊക്കെ നാളെ രാവിലെ പറയുന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ രാവിലെ കർണാടകയിലെ ഹൊലഗഡെ ടോളിലാണ് കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പുറത്തെ ടോൾ പ്ലാസ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ വന്ന് നിർത്തി. ഇന്നലെ രാത്രിയൊക്കെ വണ്ടി ഓടിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തി ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പം നമ്മളെ അടുപ്പൊക്കെ കത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിതാ ജോൺസൺ മാഷ് രാവിലെ ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ട് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. കത്തുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെയാണ്, സെറ്റ്. അതുകൊണ്ട് ആതിരക്കുട്ടി കൊണ്ട് ഇവിടെ പല്ല് തേക്കുന്നത്. 200 വെച്ച് കത്തുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ സംഭവം നല്ല സെറ്റാണ്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നമ്മൾ ഇതിനു മുമ്പേ ഉപയോഗിച്ച സാധനമൊക്കെ ചീത്തയായിപ്പോ കേട്ടോ, അരി സാധനമൊക്കെ. അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഫ്രഷായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് വാങ്ങിക്കണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുക്കിംഗ് സെറ്റപ്പിലോട്ട് പോകണം. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ 3 നേരം കൂടെ കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇതിനുമ്പോ കുക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. പക്ഷേ നമ്മളെ ഇതില്ലേ ഏതാ സ്റ്റൗ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അതിപ്പോൾ വീട്ടിലായിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു സ്റ്റൗ ഉണ്ടായിരുന്നു, അത് വർക്കിംഗ് ആണ് കേട്ടോ. അത്യാവശ്യത്തിന് വേണ്ട കുക്കറും അത്യാവശ്യം വേണ്ട പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് കേട്ടോ. എക്സാന്തേ ഉണ്ട്, ഇന്നലെ കാണിച്ചതാണ്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ കുതിരയെ കാണണേ, കുതിര. ഡോർ അടയ്ക്കുമ്പോഴാണ് നമുക്ക് കുതിര വരുന്നത്. വേണ്ടേ, ഡോർ അടച്ചാൽ കുതിര. ഫ്രണ്ട് ഒരു അടിപൊളി കേട്ടോ. ഫ്രണ്ട് നല്ല ലുക്കായിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ലുക്കുണ്ട് ഫ്രണ്ട്. നമ്മളെ സോളോ ട്രാവലർ ഇപ്പം ചെറുതായ പോലെയുണ്ട്. സോളോ ട്രാവലർ അറിയാൻ പറ്റുന്നില്ല. രാത്രി നല്ല തിളക്കമാട്ടോ ഇത്. പിന്നെന്തുവാ, അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. വണ്ടി കുഴപ്പമൊന്നുമില്ല, ലോഡൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേറെ ബെൽറ്റ് ലൂസോ കാര്യങ്ങളോ കയറ് വലുതായിട്ട് ലൂസായിട്ടോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഇന്നത്തെ യാത്ര തുടങ്ങും. ആ കുപ്പി അവിടെ നിന്ന് മാറ്റി വെച്ചത് കേട്ടോ. കുപ്പി നമുക്ക് മേളിൽ വയ്ക്കണ്ട. ഇന്ന് ആതിരക്കുട്ടിയുടെ കുക്കിംഗ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഒന്നും നീ പറഞ്ഞില്ലല്ലോ. സാധനം വാങ്ങിക്കാം. എന്തൊക്കെയാണെങ്കിലും അതാണ് ലാഭം. നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നുണ്ടല്ലോ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇന്നിപ്പോൾ 3 പേരും കൂടെ ഇല്ലേ. ഇതുണ്ടോ ഈ സാധനം കണ്ടോ, ഇത് ഈ താഴെ അതിലെ കൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ വണ്ടിയുടെ വെയിറ്റ് തൂക്കുന്നത്. ചില ടോളുകളിലൊക്കെ ഈ വേ ബ്രിഡ്ജും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എത്ര ലോഡ് ഉണ്ടെന്ന് അതിനകത്ത് കാണിക്കും. പക്ഷെ അതൊരു എക്സാക്റ്റ് ഒന്നും അല്ല. നമ്മൾ തൂക്കുന്നതും ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ വ്യത്യാസം തോന്നാറുണ്ട്. പോട്ടെ, ഇവിടെ എത്ര റേറ്റ്? അയ്യോ, നല്ല ടോളാട്ടോ. ഒന്നില്ലെങ്കിൽ ടോയ്ലറ്റ് നല്ലല്ലായിരുന്ന അല്ലേ? സൂപ്പർ ടോയ്ലറ്റ് ആയിരുന്നു. വൃത്തിയാക്കുന്നുണ്ട് അവൻ. അങ്ങനെ വേണം, എന്നാലേ നമ്മൾ ടോൾ കൊടുത്ത് പോകുമ്പോൾ നമുക്കൊരു ഫെസിലിറ്റി. ഇത്രേ ഉള്ളൂ. ആ, എല്ലാ 2 സൈഡും ഉണ്ട്. ചെറിയൊരു ചായക്കടയും നല്ല അടിപൊളി ചായയും ഒക്കെ ആയിട്ട് നമ്മൾ രാവിലെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് ഇവിടെ വന്ന് തീരും. വേണ്ട, ഇവിടെ ഇത് വേ ബ്രിഡ്ജാ, RTO. ഇപ്പൊ വർക്കിംഗ് അല്ല അത്. ഇവിടെ തൂക്കിയിട്ട് തൂക്കം കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് തൂക്കും. ഇപ്പൊ വണ്ടികൾ വളരെ കുറവാണ് കേട്ടോ. നമ്മൾ സാധാരണ വരുമ്പോൾ നമ്മളെ മലയാളികളൊക്കെ ലൈറ്റ് അടിച്ച് കാണിക്കൽ കുറേ പേര് കാണുമായിരുന്നു. ഇപ്പൊ ആർക്കും ഓട്ടോ ഒന്നും ഇല്ല. ഓട്ടോ ഇല്ല, ഉള്ള ഓട്ടത്തിന് വാടകയും ഇല്ല. അതാണ് ആൾക്കാർ എടുക്കാത്തത്. ഇനിയിപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ ശരിയാവും എന്നാണ് പറയുന്നത്. ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി സാധനങ്ങളെല്ലാം വരണമല്ലോ നമുക്ക്. നമ്മൾ ഇന്നലെ ഒരു 10,000 രൂപയ്ക്ക് നമ്മൾ കർണാടകയിൽ നിന്ന് ഡീസൽ അടിച്ചായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് കുറച്ച് മൈലേജ് കൂടുതലുണ്ട് കേട്ടോ. അത് ശരിയാട്ടോ. നമ്മുടെ വണ്ടിയെല്ലാം പണിഞ്ഞപ്പോ മൈലേജ് കൂടിയല്ലേ? നമ്മുടെ ഷോറൂമിൽ കയറിയില്ലേ? ഷോറൂമിൽ കയറിയപ്പോ നമുക്ക് മൈലേജ് കൂടി. നമ്മള് ഈ മോശം റോഡിൽ തന്നെ നമുക്കിപ്പം
3ന്റെ മേളിൽ 3.3 മോശം റോട്ടിൽ തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹൈവേയിലാണെങ്കിൽ നല്ല മൈലേജ്. നമ്മുടെ വണ്ടിയുടെ മൈലേജ് പ്രശ്നം തീർന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം കുറച്ച് ഒരു 200 മീറ്റർ കൂടുതൽ കിട്ടിയാൽ തന്നെ നല്ല പൈസ ഡിഫറൻസ് വരും. അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഷോറൂമിൽ കൊണ്ടുപോയില്ലേ വണ്ടി? നിങ്ങൾ കൊണ്ടുവരണം. എവിടെ? കോട്ടയത്തോ? അല്ല, എറണാകുളം, ആലുവയിലല്ലേ? ആലുവയില്. നല്ല സർവീസ് ആയിരുന്നു. നല്ല സർവീസാ, നല്ല സർവീസ്, നല്ല പെരുമാറ്റം. പിന്നെ അവിടെ നല്ല നമുക്ക് ആ കസ്റ്റമർക്കാണെങ്കിലും ഇരിക്കാനും കിടക്കാനും ഒക്കെ സൗകര്യം. ഉച്ചയ്ക്ക് നമുക്ക് അവിടുന്ന് ചോറ് കിട്ടി. ആണല്ലേ? ചോറൊക്കെ ഉണ്ടായിരുന്നു. ചോറൊക്കെ ഉണ്ട്. പിന്നെ അവരവിടുന്ന് നമുക്ക് നല്ല കറക്റ്റ് നീറ്റാക്കി ആവട്ടെ തന്നത് വണ്ടി. അതിനുശേഷം ഇപ്പൊ വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളോ വേറെ ലൈറ്റോ ഒന്നും എക്സ്ട്രാ കത്തുന്നില്ല. വണ്ടിക്ക് ഇപ്പൊ നല്ല വലിയ കാര്യങ്ങളൊക്കെ വലിയും കൂടി വണ്ടിക്ക്. അതേപോലെ ഞാൻ നമ്മുടെ സർവീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്ത് കേട്ടോ. വേറെ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി നമ്മൾ പറഞ്ഞാലോ, ബാറ്ററി ചെക്ക് ചെയ്യണം, ബാറ്ററി എന്ത് കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ എല്ലാം ഇലക്ട്രിക് സൈഡൊക്കെ ക്ലിയർ ആക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി മേജർ പ്രോബ്ലം ആണ് കേട്ടോ. അത് പുതിയ ബാറ്ററിയാണ്. നമ്മൾ ആകെ 3 മാസം കണ്ടായുള്ളൂ ബാറ്ററി വാങ്ങിച്ചിട്ട്. 3-4 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ. അങ്ങനെ നേരെ ഞങ്ങൾ കാസർഗോഡ്, എവിടെയായിരുന്നു സ്ഥലം ഇത്? കാസർഗോഡ് എവിടെയാ? ചന്ദ്രഗിരിയിൽ ആമറോണ്ട് ഒരു ഷോറൂമിൽ ഞങ്ങൾ നേരെ കൊണ്ടുപോയി കൊടുത്തോ. സത്യം പറയാൻ ഞെട്ടിപ്പോയി. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ബാറ്ററി കൊണ്ടുപോയി കൊടുക്കുന്നു അല്ലേ, അവരില്ലേ ഇതിന്റെ ആസിഡ് ചെക്ക് ചെയ്യുന്നു, ഒരു സംസാരം പോലും ഇല്ല. ചെക്ക് ചെയ്ത ഉടനെ ആ പേപ്പർ മേടിക്കുന്നു, അടുത്ത പേപ്പറിൽ നമ്മളെ വണ്ടി നമ്പർ എല്ലാം എഴുതുന്നു, പുതിയ ബാറ്ററി എടുത്ത് കൈ തരുന്നു. അപ്പോൾ അത്രയും സർവീസ് ആണ്, വേറെ സംസാരമൊന്നുമില്ല. 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് പുതിയ ബാറ്ററി കിട്ടി. ഇപ്പൊ നമ്മുടെ വണ്ടിയിലുള്ളത് പുതിയ ബാറ്ററിയാണ് കേട്ടോ. ഒരു ബാറ്ററിയാണ് നമ്മൾ പോയത്. അത്രയും കിട്ടില്ല സർവീസ് കേട്ടോ ആമറോണ്ട്. അത് പറഞ്ഞിരിക്കാൻ പറ്റും. നമ്മൾ ഇതിനു മുമ്പ് പല ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും ഒരു സംസാരം പോലും സംസാരിക്കാതെ റീപ്ലേസ് ചെയ്ത് വന്നത് നല്ല ഒരു കാര്യമായിട്ട് തോന്നി. മറ്റേ ചിലപ്പോൾ ചാർജ് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറയും. ഇത് അങ്ങനെ ഒന്നുമില്ല. അപ്പോഴേ നമ്മൾ പുതിയ ബാറ്ററി ഉണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ. ബാറ്ററി മാറിയപ്പോൾ തന്നെ AC കാര്യം ഓക്കെ. ഞങ്ങൾ വിചാരിച്ച് AC പ്രശ്നമായിരിക്കും, പെട്ടെന്ന് ചാർജ് തീരുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ AC ഒന്നുമില്ല. ഇപ്പോൾ രാത്രി ഫുൾ ഇട്ടാലും AC ഡൗൺ ആവുന്നില്ല അല്ലേ? അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ആയി. കാക്ക തുറട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ. അടുത്ത് എവിടെയെങ്കിലും നിർത്തുമ്പോൾ നമുക്കത് തുടയ്ക്കണം. ഇനിയിപ്പോ സാധനം വാങ്ങിക്കാൻ കടവെല്ലാം കാണുമെന്നാണ്. ഒന്നും ഇല്ലല്ലോ. പിന്നെ നമ്മള് ഷോറൂമിൽ നിന്ന് ഇറക്കി നേരെ ലീഫിന്റെ കടയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കുറച്ച് പണികൾ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യിപ്പിച്ചു. ബുഷൊക്കെ മാറി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ നേരെ കൊണ്ടുപോയി വണ്ടി സ്റ്റിക്കർ കട്ടിങ്ങിന് കൊണ്ടുവച്ചു. സ്റ്റിക്കർ കട്ടിങ്ങിന് നമ്മള് പിന്നെ രാവിലെ തുടങ്ങി രാത്രി കുറെ താമസിച്ചു. കഴിയുമ്പോ കുറെ പണി ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്ത് നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. വാട്ടർ സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ടർ സർവീസ് പിന്നെ എല്ലായിടത്തും തിരക്കായിരുന്നു. പിന്നെ വാട്ടർ സർവീസ് ഓരോ സ്ഥലത്ത് ചോദിക്കുമ്പോൾ ഓരോ റേറ്റാ. വാട്ടർ സർവീസ് ഇത് പിന്നെ ഇതിപ്പോ 1200 രൂപയ്ക്ക് ചെയ്തു. 1200 ഫുള്ളല്ല, പിന്നെ ബോഡി വാഷ്. പിന്നെ ഫുള്ള് അവിടെ പറഞ്ഞത് ഫുള്ള് 2200 രൂപയാണ്. വേറൊരു സ്ഥലത്ത് ചോദിച്ചപ്പോ 3100 പറഞ്ഞു, വേറൊരു സ്ഥലത്ത് 2600 പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്ത് പല റേറ്റാ. മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. മഴയില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ. അപ്പൊ വെച്ചാൽ ഫുള്ള് ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് ലോഡും ഉണ്ടായിരുന്നല്ലോ. ഫുള്ള് ചെയ്യണമെങ്കിൽ 2-3 മണിക്കൂറിന് മോളി വേണം. ബോഡി ആകുമ്പോൾ 1-1.5 മണിക്കൂർ കൊണ്ടാവും. അപ്പൊ അങ്ങനെ അത് ഞാൻ അത്രയും ചെയ്യിപ്പിച്ചിട്ട് പിന്നെ വന്ന് നേരെ ഗ്രീസ് അടിച്ച് അങ്ങനെ നമ്മൾ ട്രിപ്പ് തുടങ്ങി. അത് കഴിഞ്ഞ് നേരെ ഗ്രീസ് അടിച്ച് വന്നപ്പോഴത്തേനും കറക്റ്റ് ടൈം ആയി. പിന്നെ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞ് ബ്രോക്കർമാരുടെ തിരക്കല്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞ് കമ്പനി ചെന്ന് കഴിഞ്ഞ് കുറെ സമയം 3-4 മണിക്കൂർ വെറുതെ കിടന്നു. പിന്നെ 2 മണിക്ക് 2 മണിക്കാണ് തീർന്ന്. 2 മണി വരെ നമ്മൾ ഈ ലോഡ് ഈ ഇടയ്ക്ക് സെറ്റായ കഥകളാണ് നമ്മൾ ജോൺസൺ മാഷ് പറയുന്നത്. ഇപ്പൊ ജോൺസൺ മാഷ് ഉഷാറായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴ കൂടിയല്ലോ. പിന്നെ നമുക്ക് കേരളത്തിൽ നിന്ന് മഴയില്ലായിരുന്നു. മഴ ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയില്ലേ? ആ ഉറങ്ങിയ സമയത്ത് ഞാൻ വണ്ടി എടുക്കുമ്പോൾ ഫുള്ള് മഴയായിരുന്നു. ഉണ്ടായിരുന്നല്ലേ? നമ്മളിന്നലെ ഞങ്ങള് ആനുവാതിരയും കൂടെ ഒരു 3 മണിക്ക് ശേഷം ഞങ്ങൾ കിടന്നുറങ്ങി. എത്ര മണി വരെ ഓടിച്ചു? 5 മണി വരെയോ? 5:30 വരെ ഓടിച്ചു. 5:30 വരെ ഓടിച്ചല്ലേ? എന്നിട്ട് പിന്നെ നമ്മൾ എവിടെ നിർത്തി എല്ലാവരും കൂടെ കിടന്നുറങ്ങി. എന്നിട്ട് ഇപ്പൊ രാവിലെ എണീച്ച് ഫ്രഷായി ഞങ്ങൾ പോവുകയാണ്. നല്ല അടിപൊളി മഴ. ഓ സത്യം, നമ്മൾ വിചാരിക്കും പണ്ട് നമ്മൾ കേരളത്തിലാണ് മഴ എന്ന് വിചാരിക്കും. പക്ഷെ കേരളത്തിലല്ല കേട്ടോ. ഈ കർണാടകയുടെ നമ്മളെ വെസ്റ്റേൺ ഗാട്ട്സ് ഏരിയയിൽ ഭയങ്കര മഴയാണ്. ഇവിടെ എപ്പോൾ വന്നാലും മഴ. നമുക്ക് കിട്ടിയതിനേക്കാളും മഴ ഈ വർഷം ഇവർക്കാണ് കിട്ടിയത്.
അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് നിർത്തി കേട്ടോ. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒതുക്കി. വാ ഇറങ്ങി വാ. ഇവിടെ ചെറിയൊരു ഹോട്ടലാണ്. ചെറിയൊരു ഹോട്ടൽ കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തിയതാണ്. നമുക്ക് പോയിട്ട് രാവിലത്തെ എന്തെങ്കിലും കഴിക്കാം. എന്നിട്ട് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലൊക്കെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. വരുന്ന വഴിക്കൊന്നും ഒന്നുമില്ല, ഈ റോഡ് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കിത് ഇവിടെ ഉണ്ടോ ചെറിയൊരു ഹോട്ടൽ കാണാം. ഈ ഹോട്ടലിൽ പോയിട്ട് കഴിക്കാം. എന്തിയാ അതിലെന്തി ഡോറ് ലോക്ക് ചെയ്തോ? ഡോറ് ലോക്ക് ചെയ്തിട്ട് വാ. ഇതാണ് കേട്ടോ നമ്മളെ ഹോട്ടൽ, ചെറിയൊരു ഹോട്ടൽ. ജോൺസൺ മാഷിന് പിന്നെ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ണു കാണാൻ പറ്റില്ല. കർണാടക പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. ഉണ്ടോ വല്ലതും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നാ ഉണ്ടോ? അപ്പോൾ നമ്മൾ രാവിലത്തെ നമ്മൾ ആഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ദോശയേ ഉള്ളൂ. പിന്നെ പൊറോട്ട റെഡിമെയ്ഡ് പൊറോട്ട ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ദോശയും, ചെറിയ ഹോട്ടലായതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പ്രതീക്ഷയായി കടലക്കറിയും കേട്ടോ. എടുത്തോ, ഒരു ദോശ എടുത്തോ, പിന്നെ വരട്ടെ. അതുകൊണ്ട് ആതിരയും കൂടെ ദോശ കഴിക്കുന്നത്. ജോൺസൺ മാഷ് ഒരു പൊറോട്ട ആദ്യം വാങ്ങിച്ചതുകൊണ്ട് അടുത്ത ദോശ വന്നു. അപ്പോൾ എന്നാൽ കഴിച്ചോ. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും ശിരൂര് ഗംഗാവലി റിവർ ക്രോസ് ചെയ്യാൻ പോവാണല്ലേ. നീ പകല് വന്നിട്ടില്ലല്ലോ? പകല് നമ്മള് പോയത് പകലല്ലേ പോയത്. ഏതാ പക്ഷെ അന്ന് നമ്മള് ഈ സ്ഥലം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇപ്പോഴും വെള്ളം കലങ്ങിയാണല്ലോ ഇവിടെ. നോക്കിയേ, വെള്ളമെല്ലാം ഇപ്പോഴും കലങ്ങി തന്നെയാ ഒഴുകുന്നത്. ആ സൈഡൊക്കെ മണ്ണിടിഞ്ഞ് അവിടെയല്ലേ? അവിടെയാ. ഇവിടുന്ന് കാണാല്ലേ, നമ്മൾ കറങ്ങി അതുവഴി എത്തും. ജോൺസൺ മാഷിന് കുറച്ചു നേരത്തേക്ക് വിശ്രമം. കുറച്ചു നേരത്തേക്കല്ല, ഇന്ന് ഞാനാ വണ്ടി ഓടിച്ചത്. നീ ഒരു കട പോലും കണ്ടില്ല ഇവിടെ. ഈ റൂട്ടിൽ ഭയങ്കര കുറവല്ലേ കടകളും. നമുക്ക് തക്കാളി ഉള്ളിയൊക്കെ വാങ്ങിക്കാന്ന് വെച്ചിട്ട് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ചെറിയ ചെറിയ കടകളുണ്ട്. കണ്ടോ, ഇതാണ് ശിരൂര്. നമ്മളെ അതുവഴി തന്നെയല്ലേ വിടുന്നത്, അതോ വഴി? അല്ലല്ല, അതുവഴി തന്നെ വിടും. അതുകൊണ്ട് ആ മല ഉണ്ട്. നീ പറഞ്ഞ ചെറിയ മലയെന്നല്ലേ? എവിടെ ചെറിയ മല? നോക്ക്, വലിയ മല അത്. അതിന്റെ ഒരു ചെറിയ ഭാഗമാണേ ഉള്ളൂ. അതിന്റെ ഫുള്ള് ഇടിഞ്ഞില്ല, ചെറിയ ഭാഗം ഇടിഞ്ഞത്. അന്ന് പോയപ്പോ ഇതുപോലെ അല്ലായിരുന്നു. നമ്മൾ ആദ്യം പോയപ്പോ ഒക്കെ നോർമൽ ആയ സ്ഥലമായിരുന്നു. ഇപ്പൊ ഈ മണ്ണൊക്കെ അവിടെ നിന്നുള്ള കൂടിയിട്ട മണ്ണുകളാ. അന്ന് ഇതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു പോയതാ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ ഈ റൂട്ടിലിപ്പോ സ്ഥിരം യാത്രക്കാരായി മാറിയിരിക്കുകയാണ്. മാസത്തിൽ ഇപ്പൊ ഈ മാസം 4ാമത്തെ വട്ടം കണ്ടാ വരുന്നത്. പക്ഷെ എന്നാലും ആ ലോറി എന്താ കിട്ടാത്തതെന്നാണ്. ലോറി എന്താ കിട്ടാത്തതെന്ന് എനിക്കും അറിയത്തില്ല. ശാസ്ത്രം തോറ്റു, പ്രകൃതി ജയിച്ചു. വെള്ളം ഇപ്പോഴും ഭയങ്കര കലക്കല്ല, അതിനൊരു കുറവുമില്ല. ഉണ്ടോ അവിടെ മണ്ണ് കയറിയിരിക്കുന്നുണ്ടോ? അവിടെയൊക്കെ ഇപ്പോഴും വെള്ളം ഭയങ്കര കലങ്ങിയിരിക്കുന്നത് നമ്മളെ. പക്ഷെ ഈ ഇവിടെ നിന്ന് വരുമ്പോ കേട്ടോ നല്ല വ്യൂ കിട്ടും. നമ്മൾ തിരിച്ചു വരുമ്പോൾ എടുത്തത് നോക്കിയേ, കണ്ടോ ഗംഗാവലി പുഴയും മണ്ണും. ഡാബയൊക്കെ ഉണ്ടായിരുന്നു. ഈ ആലിന്റെ അടുത്ത് കണ്ടായിരുന്നു. ഈ അപ്പുറത്തെ ആലിന്റെ അടുത്ത് കണ്ട ഡാബയും. നമ്മൾ അന്ന് വന്നപ്പോ ഇങ്ങോട്ട് വരുന്ന എടുത്തത്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ കറക്റ്റ് ആയിട്ട് ഇതൊക്കെ കാണാം. പോസ്റ്റ് കണ്ടോ? കാണാം, ക്യാമറ കിട്ടുന്നുണ്ടോ? ടവർ, ഈ മല ഇടിഞ്ഞ ടവറൊന്നും മാറ്റിയിട്ടില്ല, ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. മണ്ണൊക്കെ ഇപ്പോഴും അതേപോലെ ഉണ്ട്. പിന്നെ ആ വെള്ളച്ചാട്ടം അത് അന്ന് കണ്ടത് തന്നെയല്ലേ? അത് അന്ന് ഉണ്ടായിരുന്ന വെള്ളച്ചാട്ടം തന്നെയല്ലേ? അത് ഒന്നും അറിയാൻ വയ്യ. അന്ന് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ചോദിക്കുന്നുണ്ട് നമുക്കിപ്പോ ലിഫ്റ്റ് കൊടുക്കാൻ. ഇത് മലയാളി ഇങ്ങനെ നമുക്ക് അറിയാം. കേറിയോ 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 കേറിയോ. ഇത് നമ്മളെ ഇച്ചിരി ഹൈറ്റ് കൂടുതലാട്ടാ. ഡോർ അടച്ചോ, ഡോർ അടച്ചോ. ഞാൻ ഇപ്പുറത്തിരിക്കാനോ? നീ അകത്തോട്ടിരുന്നോ. നിങ്ങള്
അറിയാ ഞങ്ങള് യൂട്യൂബേഴ്സാ വീഡിയോ എടുത്തോണ്ട് വരുവായിരുന്നു. ആ മൈക്ക് അങ്ങോട്ട് വിടറി. അങ്ങനെ പിടിച്ചിരുന്നേ അത് കൊള്ളാം. വന്നു കയറി മൈക്ക് കൊടുത്തല്ലേ? ആ എടുത്തോ. നമ്മള് യാദൃശ്യമായിട്ട് നമുക്ക് ലിഫ്റ്റ് അടിച്ചു. ഇദ്ദേഹത്തെ നമ്മളിവിടെ ചാനലിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ? ഞാൻ ഓട്ടോ ഡ്രൈവറെ ചാലക്കുടിയില്. ഇവിടെ എന്താ ഇപ്പൊ പരിപാടി? നമ്മൾ അർജുൻചാന്റെ ഡ്യൂട്ടിക്ക് വേണ്ടിട്ട്. ഓ ഇവിടെ നിക്കുവാണോ? അത് ശരി. കർണാടക സർക്കാർ തെളിവ് നശിപ്പിക്കാൻ നോക്കിയേ. ആ അപ്പൊ അതിന് വേണ്ടി ഇവിടെ നിക്കണത്. ആഹാ, തെളിവ് നശിപ്പിക്കാൻ നോക്കിയോ? ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ ചെയ്യണെന്ന് എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ നിക്കണത് ഇവിടെ. ആഹാ, അപ്പൊ നമ്മളെ ആവശ്യമായിട്ടാണല്ലോ നിങ്ങളെ കിട്ടിയത്. അപ്പൊ നമ്മളെ വീഡിയോയിലൂടെ പറയാമല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ അറിയുന്നത്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഒറ്റയ്ക്കേ ഉള്ളൂ? പേരെന്തുവാ? ഇവിടെ ഒരു പഞ്ചർ കട ഉമ്മറത്തെ കിടന്നുറങ്ങണേ. അതിന്റെ ഉമ്മറത്ത് കിടന്നുറങ്ങോ? അതെ അതെ. ഞാനിവിടെ വന്നിട്ട് ഒരു 30 ദിവസമായി. 30 ദിവസമായിട്ട് ഇവിടെ ഉണ്ടോ? ഇവിടെ എന്താ ചെക്കിങ് നടക്കുന്നോണ്ടിരിക്കണ്ട്. നാവികസേനയുടെ ബോട്ട് കണ്ട ചെക്കിങ് ഇപ്പോഴും ഉണ്ടല്ലേ? നമ്മുടെ കേരള സർക്കാരിനെ എതിർത്തിട്ട് അവര് കേരളത്തിലെ ആൾക്കാരെ എതിർത്തിട്ട് അവര് സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിലുള്ളവർ വിടുന്നില്ല ഇവിടെ സെർച്ച് ചെയ്യാനൊന്നും അല്ലേ? അതുകൊണ്ട് ഇപ്പോഴും സെർച്ചിങ് ഉണ്ട് കേട്ടോ. നമുക്ക് ക്യാമറ കിട്ടുന്നില്ല. കിട്ടിയാ? എന്താ പറഞ്ഞേ? അതെ അതെ. അത് ഞാൻ ഇവിടെ ചാനലിലും കണ്ടിട്ടുണ്ട്. പോലീസുകാരെല്ലാം നിൽപ്പുണ്ടല്ലേ? ഇവിടെയാണ് ഇറങ്ങുന്നത്? ഇത്ര ദൂരം ഉള്ള? അപ്പൊ എവിടെ താമസം? ഇവിടെ താമസമാണോ? നാട്ടിൽ പോകുന്നില്ല അപ്പൊ? ഇവിടെ അല്ലേ? ഒരു വണ്ടി അങ്ങോട്ട് പോയല്ലോ കേട്ടോ. ഒരു വണ്ടി അങ്ങോട്ട് ഇടിച്ച് കയറിയല്ലോ. അന്ന് ഇറങ്ങിക്കന്നാ. ഓക്കെ. എന്താ പേരെന്താ പറഞ്ഞേ? രേവത്. ഇവിടെ അങ്ങ് കൂടി കേട്ടോ. പുള്ളി ഭയങ്കര സോഷ്യൽ വർക്കറാന്ന് തോന്നുന്നു. നോക്കി അതുകൊണ്ട് ഒരു ഏഷ്യറിന്റെ വണ്ടി നേരെ ഇടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. KL5 കോട്ടയം വണ്ടിയാ പോന്നെ. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ടയറ് പൊട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ട് ടയർ പൊട്ടിയതാ. ഏഷ്യറില്ല കേട്ടോ. അത് എക്കോമെറ്റാ, ലൈലാൻഡിന്റെ. ആ തെരച്ചിലൊരു ആകെ ഒരു ചെറിയ മറ്റേ ഇതില്ലേ ബോട്ടിനകത്ത്. എന്തോ പറയാനെന്ന് പറയാം. ഇത് വെള്ളം തെളിയുന്നില്ലെന്നേ. നമ്മളവിടെയൊക്കെ അത്ര പെട്ടെന്ന് വെള്ളം തെളിയും. ഇവിടെ വെള്ളം തെളിയുന്നില്ല. എന്തെങ്കിലും തെളിഞ്ഞാലല്ലേ എന്തെങ്കിലും കാണാൻ പറ്റും. ഇതിങ്ങനെ ഒരുപാട് കലങ്ങി ഒഴുകുന്ന നദി, ഗംഗാവലി റിവർ. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഈ ഗംഗാവലി റിവർ എന്ന് അറിയാം. നമുക്ക് ആകെ ഗംഗ മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഇപ്പോഴാണ് ഗംഗാവലി എന്ന് പറഞ്ഞ റിവർ ഉണ്ടെന്ന് പോലും അറിയുന്നത് ഇപ്പോഴാണ്. തോന്നുന്നില്ല. ആഴമുള്ളതായിട്ടേ തോന്നുന്നില്ല. പരന്നൊഴുകുന്നതായിട്ട് കണ്ട തോന്നുന്നു. അപ്പൊ നമ്മളുടെ യാത്രയിലെ അനുഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇനി എന്തറിയോ, ഇനി ഇവിടുന്ന് അങ്കോള എത്താറായി. അങ്കോളയിൽ നിന്ന് നമുക്ക് തിരിഞ്ഞു പോകണം. അതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും കിട്ടിയാലായി സാധനം വാങ്ങിക്കാൻ. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അങ്കോള ടൗണിലോട്ട് കയറത്തില്ലല്ലോ. തിരിയുന്നിടത്ത് അവിടെ ആളും പേരും ഇല്ലാത്ത സ്ഥലമൊക്കെയാ. നോക്കാം. ഈ മലയൊക്കെ നോക്കിയാ അതിലും ഡേഞ്ചർ ആയിട്ടാ കിടക്കുന്നത്. എന്തോ ശരി. നോക്കിയാ ശിരുവ് തോന്നെ വീണ്ടും മഴ. ജസ്റ്റ് നമ്മൾ അവിടുന്ന് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് കൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ എപ്പോഴും മഴ തന്നെ കേട്ടോ. അത് നല്ല പെരുമഴയാണ് പെയ്യുന്നത്. ശിരൂര് മഴയ്ക്ക് യാതൊരു കുറവില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോലെ മഴയില്ലായിരുന്നു. നീ വന്നപ്പോ എല്ലാം മഴ. നീ വന്നപ്പോ എല്ലാ ഈ റൂട്ടിലും മഴയായിരുന്നു അല്ലേ? മഴക്കാലം തീരുന്നില്ല കേട്ടോ. ഓഗസ്റ്റ് തീരാറായി, എന്നിട്ട് മഴക്കാലം തീരുന്നില്ല. നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ റോഡിൽ നിന്ന് തിരിയേണ്ട സ്ഥലം എത്തി കേട്ടോ. നമ്മളിനി ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞാണ് എല്ലാപ്പൂർ റൂട്ടിലോട്ട് കയറുന്ന സ്ഥലം എത്തി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിന്റെ സാധനമൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. പോകുന്ന വഴിക്കെല്ലാം കിട്ടുമോ നോക്കാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് തിരിഞ്ഞ് എല്ലാപ്പൂർ റൂട്ടിലോട്ട് കയറി. നീ ഇവിടെ നിന്നൊരു 10-60 കിലോമീറ്റർ അങ്ങാണ്ട് ഉണ്ട് എല്ലാപ്പൂര്. ഇനി ചെറിയ റോഡാണ് നമുക്ക്. ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെൽഗാവി 192, ധാർവാഡ്. നമുക്ക് ധാർവാഡാണ് പോകേണ്ടത്, 145 കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം. നമുക്ക് കുക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുമെന്നോ
ആദ്യ കുട്ടിയുടെ കുക്കിംഗ് നടക്കുമെന്നൊക്കെ നമുക്ക് അടുത്തോട്ട് കാണിക്കാം. ഇപ്പൊ തന്നെ ഏകദേശം ഉച്ച ആവാറായിട്ടോ. അപ്പൊ ജോൺസൺ മാഷ് ഒരു ബായ് പറഞ്ഞേരെ, ഇങ്ങനെ ഉറങ്ങി ഇരിക്കാതെ ബായ് ബായ്. അപ്പൊ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന്റെ തുടർ വീഡിയോ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പം ബൈ.